ക്രൈസ്തവ സഭാ നേതാക്കൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ക്രൈസ്തവ സഭാ നേതാക്കൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. നമുക്കിതിനെ എങ്ങനെ കാണാം? രോഹിണി, എനിക്ക് പിന്നിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഈ ക്രൈസ്തവ സഭാ നേതാക്കൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. മതമേലധ്യക്ഷന്മാർ, സീറോ മലബാർ സഭ പുരോഹിതന്മാരുടെ മതമേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ചില പ്രത്യേകതകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഫരീദാബാദ് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുന്നത്. ഫരീദാബാദിനെ അതിരൂപതയാക്കി ഉയർത്തിയതിന് ശേഷമുള്ള സൗഹൃദ സന്ദർശനമാണ് എന്ന് ഇപ്പോൾ സഭാ മതമേലധ്യക്ഷന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ഛത്തീസ്ഗഡിലെ വിഷയങ്ങൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഉന്നയിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ സഭ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കാനും ഈ കൂടിക്കാഴ്ചയിൽ സമയം കണ്ടെത്തും. അതോടൊപ്പം മതപരിവർത്തനം സഭയുടെ ലക്ഷ്യമല്ലെന്നും അത് നേരിട്ട് ബോധിപ്പിക്കുകയും സഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം കിരൺ റിജിജു, കേന്ദ്രമന്ത്രി കിരൺ റിജിജു കത്തോലിക്ക സഭ മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും അവർ സേവനമാണ് നടത്തുന്നത് എന്നും പരാമർശം നടത്തുകയുണ്ടായിരുന്നു. ഈ ഫരീദാബാദ് അത് അവിടെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം വരികയും ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെയാണ് സഭ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഈ സംഘത്തിനൊപ്പം ഇപ്പോഴുണ്ട്. പ്രധാനമന്ത്രിയെ കണ്ട ശേഷം പുറത്തേക്കെത്തി ഈ സഭാ മതമേലധ്യക്ഷന്മാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. എന്തായാലും അല്പസമയത്തിനകം അവർ പുറത്തേക്ക് വരും എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഉൾപ്പെടെ സഭയെയും ക്രൈസ്തവ സഭയെയും അതോടൊപ്പം തന്നെ ഈ BJPയെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും തമ്മിൽ തെറ്റിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുമായുള്ള ഈ കൂടിക്കാഴ്ച. ശരി ശ്രീകാന്ത്, ക്രൈസ്തവ സഭാ നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. വളരെ പ്രസക്തമായ കൂടിക്കാഴ്ച തന്നെയാണ് ഇത് എന്നും വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.